ദാസ് സർ, ആ ഉയർന്നു നിൽക്കുന്ന മനുഷ്യനല്ലേ അവൻ എന്റെ വൈഫിന്റെ ബോയ്ഫ്രണ്ടാ. ദാസ് അവൻ എന്നെ കൊല്ലാൻ പോവാണെന്ന്. ക്ലോസ് പ്ലീസ് പ്ലീസ് ക്ലോസ് ദ ഡോർ. Sir. ക്ലോസ് ഡോർ. നീ ഇവിടെ തന്നെ ഇരിക്കും, ഇങ്ങോട്ട് പോയല്ലേ? യെസ് സർ. എന്റെ വീട്ടിൽ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ മകൻ, ഐ മീൻ നിന്റെ ബോയ്ഫ്രണ്ട് പോലത്തെ മോനെ സെറ്റ് ചെയ്തല്ലേ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ദാസ് സർ, ഇവൻ എന്നെ ഭ്രാന്തെന്ന് വിളിക്കുന്നു. ഞാനെന്താ ഭ്രാന്തനാണോ? ഞാൻ ഭ്രാന്തനാണോ? അല്ല സർ. ആക്ച്വലി മിസ്റ്റർ സിവിൽ ഗണേഷ്, എനിക്ക് ഭ്രാന്തുണ്ട്. എന്റെ വൈഫ് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ ഇരിക്കുമ്പോ നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് ശല്യപ്പെടുത്തിയിരിക്കണം. ഇന്ന് ഞാൻ നിന്നെ കൊല്ലുവാടാ. വിദ്യ, ഇവൻ എന്നെ കൊന്നു കളയുന്നു. Are you happy? ഗണേഷ്! എനിക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താണോ? ഗണേഷ് വേണ്ട, പ്ലീസ്. I will kill you. ഗണേഷ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. IAS ആവണ്ട നീ. ഇവനെ കൊന്നൊരു കൊലയാളി ആവരുത്. Leave me, വിദ്യ. നിന്നെ ഇത്രയും ദ്രോഹിച്ചവനെ വെറുതെ വിടാനോ? ഇവനെ കൊന്നു കളയാണ് വേണ്ടത്. എന്നെ വിട്. ഗണേഷ് പ്ലീസ്, ഇതെന്റെ ഫാമിലി പ്രോബ്ലമാ. ഈ ഇഷ്യൂല് നീ ഇന്റർഫെയർ ആവരുത്. അതല്ല വിദ്യ, he is dangerous. ഗണേഷ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. വിദ്യ, ഇവർ ഗെറ്റ് ഔട്ട് ഐ സെഡ്. പ്ലീസ് വിദ്യ. പോ ഇവിടുന്ന്. Just get lost. I'm sorry. I'm sorry. വിദ്യ, അവൻ എന്നെ കൊന്നുകളയെന്നുള്ള പേടിയേക്കാളും അവന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയാണ് നിന്റെ മുഖത്ത് കണ്ടത്. You are a true mother. True mother. പക്ഷേ ഞങ്ങള് വീട്ടില് അവിടെ ഇവിടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോ, ഹേയ് ഗണേഷ്, ഹേയ് രാഹുൽ, വാട്ട് എ പെർഫോമൻസ്. നീ സാധാരണ നടിയല്ല, മഹാനടിയ, മഹാനടി. നിന്നെ ഇങ്ങനെ വെറുതെ വിട്ട നീ അവന്റെ കൂടെ തന്നെ സെറ്റിലായി കളയും. നോ നോ രാഹുൽ, രാഹുൽ വേണ്ട, രാഹുൽ വേണ്ട പ്ലീസ്. ഈ കത്തി കൊണ്ടല്ലേ അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. രാഹുൽ പ്ലീസ്. രാഹുൽ എന്നെ ഒന്നും ചെയ്യരുത്. Can you just come here? എന്നെ ഒന്നും ചെയ്യരുത് രാഹുൽ. ചെയ്യില്ല. Please. Vidya, what are you saying? രാഹുൽ, രാഹുൽ പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം പ്ലീസ്. ഇറിറ്റേറ്റ് ചെയ്യണമെങ്കിൽ പള്ള കുത്തി കളഞ്ഞ. Come here. രാഹുൽ എന്നെ ഒന്നും ചെയ്യരുത്. Come here. Vidya. Vidya.
എടോ പുക വീട് മുഴുവൻ പുകയാണല്ലോ. ഈ പുക എവിടുന്നാ? ഇത് എവിടുന്നാ വരുന്നത്? എവിടുന്നാണ് വരുന്നത്? ആ പോയി നോക്കാം. ദാ വാടാ. എടോ തീ, എടോ തീ അണയ്ക്കണോ? തീ പിടിച്ചിരിക്കുന്നു. വെള്ളം എടുത്തോണ്ട് വാ. വാ, നമുക്ക് അണയ്ക്കാം. ഒന്ന് വേഗം ആവട്ടെ. എടുത്ത് അവൻ രാഹുലല്ല, നിന്റെ ജീവിതം തന്നെ വിഴുങ്ങാൻ വന്ന രാഹുകാലമാ. ഇനി നീ എന്ത് ചെയ്യാൻ ഉദ്ദേശം? എന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ഈ മർഡർ ഞാനാണ് ചെയ്തതെന്ന് പോലീസിനോട് പറയാൻ പോവാ. നിനക്കെന്താ വട്ടുണ്ടോ? നിയമത്തിന് ആവശ്യം മനസാക്ഷിയല്ല, സാക്ഷിയാ. 100-90 കേസും സാക്ഷിയില്ലാത്തോണ്ട് ക്ലോസ് ആയി പോകുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഈ ശവം കൊണ്ടുപോയി കുഴിച്ചു മൂടി കളഞ്ഞാലോ? കുഴിച്ചിടണ്ട, കത്തിച്ചു കളയാം. അപ്പൊ ഒരു തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല. സിറ്റി വിട്ട് പുറത്ത് നിങ്ങക്ക് ഏതെങ്കിലും ഫാം ഹൗസ് ഉണ്ടോ? ഉണ്ട്, ഇവിടുന്ന് ഒരുപാട് ദൂരെയാ. ഇപ്പോഴാണെങ്കിൽ അവിടെ വാച്ച്മാൻ പോലും ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ബോഡിയെ കാറിലെടുത്തോണ്ട് പോയി അവിടെ കത്തിച്ചേക്കാം. അല്ലെങ്കിൽ തന്നെ പോലീസ് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കണം. പുറത്ത് എങ്ങനെ ഇറങ്ങും? ഇവരെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നും കാണുന്നില്ല. കുറച്ച് റിസ്ക് എടുത്ത് നമ്മളങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. നമ്മൾ ഒരു കാരണവശാലും ആരും കാണരുത്. വണ്ടി എടുക്ക. എന്തിനാ അവൾ കാറ് നിർത്തിയത്? പോലീസ് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക.